നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വേദങ്ങളിൽ പറയുന്നത് പ്രഥമ പൂജനീയൻ അഗ്നിയാണെന്നാണ്. എന്നാൽ നാം ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയെയാണ് ആരാധിക്കുക. ഇത് വൈരുദ്ധ്യമല്ല. സത്യത്തിൽ അഗ്നിയുടെ തന്നെ പ്രതിരൂപമാണ് ഗണപതി. അതിനാൽ ഗണപതിയെ വേദങ്ങളിൽ പറയുന്ന അഗ്നിയായി തന്നെ കണ്ടു വന്ദിക്കണം. ഗണപതിക്കായി നടത്തുന്ന മുഖ്യമായ വഴിപാട് ഗണപതി ഹോമമാണെന്ന് ഓർക്കണം. കേരളത്തിലെ പ്രാചീന ക്ഷേത്രങ്ങളിൽ വേദങ്ങളും പുരാണങ്ങളും വായിച്ചു പഠിപ്പിക്കാൻ പണ്ഡിതന്മാരെ നിയമിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഇതാണ് പട്ടത്താനം. ഇന്ന് പല ക്ഷേത്രങ്ങളിലും വേദങ്ങളും പുരാണങ്ങളുമെല്ലാം പാരായണം ചെയ്തു വരുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ വരിഞ്ഞം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രാചീന പുണ്യക്ഷേത്രമാണ് വരിഞ്ഞം ശ്രീ മഹാദേവ ക്ഷേത്രം. പഞ്ചാക്ഷരി നാമപ്പൊരുളായി വിളങ്ങും ശ്രീ പാർവതീശ മഹേശ. വിശാലമായ ക്ഷേത്രാങ്കണം 3 ഭാഗവും ചുറ്റിക്കിടക്കുന്ന വയലേലകളാൽ പച്ചക്കടലിൽ തുരുത്ത് എന്നതുപോലെ ശോഭിക്കുന്നു. പ്രാചീന രീതിയിലുള്ള പടവുകളും പ്രാചീന കേരളീയ വാസ്തുവിദ്യാ സങ്കേതത്താൽ നിർമ്മിതമായ ക്ഷേത്രവും ക്ഷേത്ര ചുമരുകളെ വർണ്ണാഭമാക്കുന്ന ചിത്രങ്ങളും എല്ലാം ചേർന്ന് ഈ സന്നിധിയെ ആകർഷകവും ഭക്തിസാന്ദ്രവുമാക്കുന്നു. ശ്രുതജനം കൂപ്പും ശിതികണ്ഠനല്ലേ, കലിയുഗം വാഴ്ത്തും കാരുണ്യമല്ലേ, തിരുപദം അവിരതം അകമിതിൽ ഉണരുവാൻ കനിയണേ സ്മരഹരാ ദേവാ. ഏകദേശം 1200 വർഷത്തിന്മേൽ പഴക്കമുള്ള ഈ ക്ഷേത്രം വാസ്തുശില്പം അടിസ്ഥാനമാക്കിയാൽ ഉത്തമ സ്ഥാനത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാരണം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് പാദങ്ങൾ വയലേലകളാലും കുന്നിൻ മുകളിലുമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശംഭോ മഹാദേവ ശിവശങ്കര പാതി ഗംഗാധര നാഗപരിശോഭിത. ഈ നാടിന് ഉണർവുള്ള ഒരു ക്ഷേത്രമാണത്. എല്ലാവർക്കും വിളിച്ചാൽ അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ക്ഷേത്രമാണിത്. പുരാതനമായ ക്ഷേത്രമാണിത്. സാധാരണയായി പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മൂർത്തിയുടെ പേരിലാകും ക്ഷേത്രം അറിയപ്പെടുക. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില ആരാധനാലയങ്ങളുണ്ട്. കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന പേരിൽ പുകൾ കൊണ്ടതുപോലെയാണ് വരിഞ്ഞം ക്ഷേത്രത്തിന്റെയും കീർത്തി. പ്രാചീന വാസ്തു സങ്കേതങ്ങളാൽ നിർമ്മിതമായ വട്ട ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ദേവസേനാപതിയായ സാക്ഷാൽ സുബ്രഹ്മണ്യനെയാണ്. അതേ പ്രാധാന്യത്തോടെയാണ് ചുറ്റമ്പലത്തിന് പുറത്ത് മറ്റൊരു ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മഹാദേവനെയും ആരാധിച്ചു വരുന്നത്. ഈ ക്ഷേത്രം വട്ടശ്രീകോവിലാണ് സ്ഥിതി ചെയ്യുന്നത്. വട്ടശ്രീകോവിലിനുള്ളിൽ ഗർഭഗൃഹവും അതിനകത്താണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ദേവസേനാധിപതിയായ കാർത്തികേയ സ്വാമിയാണ്. എന്നാൽ തുല്യ പ്രാധാന്യത്തിൽ പുറത്ത് പടിഞ്ഞാറോട്ട് ദർശനമരുളി മഹാദേവനും കുടികൊള്ളുന്നു. പുരാകാലങ്ങളിൽ തേവർനട എന്ന് വിളിച്ചിരുന്ന ഈ സന്നിധി ഇന്ന് മഹാദേവ ക്ഷേത്രം എന്ന രീതിയിൽ അറിയപ്പെടുന്നു.
പ്രധാന ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ. ധ്വജസ്തംഭത്തിന് മുകളിലും മയിൽവാഹനം തന്നെ. തന്റെ പിതാവായ മഹാദേവന് സുബ്രഹ്മണ്യൻ നൽകുന്ന പ്രാധാന്യമാകണം ഈ ക്ഷേത്രം മഹാദേവ ക്ഷേത്രമായി അറിയപ്പെടാൻ കാരണം. താരകനെ തോൽപ്പിച്ച് വിജയം നേടിയ ദേവസേനാപതിയാണ് മുഖ്യപ്രതിഷ്ഠ എന്നതുകൊണ്ടാകണം ഈ സന്നിധി വിജയകാംക്ഷികളുടെ ആശാകേന്ദ്രമായി നിലകൊള്ളുന്നത്. കന്നിമൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഗണപതി ഭഗവാനും ശ്രീ ഭദ്രാദേവിയും നാഗദൈവങ്ങളുമാണ് ഉപദേവതമാർ. ഏതാണ്ട് 1200 വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ക്ഷേത്രമാണിത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതിന് ചില തെളിവുകളുമുണ്ട്. 2012 ക്ഷേത്രം പുനരുദ്ധാരണം നടന്നത്. അതിന്റെ ഭാഗമായാണ് ചുറ്റമ്പലം നിർമ്മിക്കപ്പെട്ടത്. ചുറ്റമ്പല നിർമ്മാണ വേളയിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം മണ്ണു മാറ്റുമ്പോൾ ഈ ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ കണ്ടെത്തുകയുണ്ടായി. 65 പവൻ തൂക്കമുള്ളതും വജ്രങ്ങൾ പതിച്ചതുമായിരുന്നു ആ തിരുവാഭരണങ്ങൾ. തൃശൂരിൽ നിന്നും വിദഗ്ധരായ ആൾക്കാരെ വരുത്തി തിരുവാഭരണം മിനുക്കിയെടുക്കുകയായിരുന്നു പിന്നീട്. തിരുവാഭരണം സൂക്ഷിച്ചിരുന്ന ചെപ്പ് പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ 1000-ലേറെ വർഷം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തി. 2012 ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണ പണികൾ നടക്കവേ കന്നിമൂലയിൽ ഗണപതി ഭഗവാന്റെ വലതു ഭാഗത്തായിട്ട് പില്ലറിന് കുഴിയെടുക്കുമ്പോൾ ഭഗവാന്റെ തിരുവാഭരണം ലഭിക്കുകയുണ്ടായി. നമ്മുടെ പ്രതിഷ്ഠയ്ക്ക് തുല്യമായിട്ടുള്ള തിരുവാഭരണം തന്നെയാണ് നമുക്ക് ലഭിച്ചത്. നാട്ടുരാജാക്കന്മാരുടെ പ്രാദേശിക ഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആക്രമണവും കൊള്ളയും ഭയന്ന് കുഴിച്ചിട്ടതാകണം ഇത് എന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ അതിപ്രൗഢമായ ഒരു സുവർണകാലം വളരെ മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. മാത്രമല്ല, ഇതൊരു രാജകീയ ആരാധനാലയം തന്നെ ആയിരുന്നിരിക്കണം. എല്ലാ വർഷവും മീനമാസത്തിലെ തിരുവോണമാണ് വരിഞ്ഞ മഹാദേവന്റെ തിരുനാൾ. ഉത്രാടവും തിരുവോണവും ഈ 2 ദിവസങ്ങളിലും ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഉത്രാട ദിവസം തിരുവാഭരണ ഘോഷയാത്രയായിട്ടാണ് തിരുവാഭരണം ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ൽ ആരംഭിച്ച പുനരുദ്ധാരണത്തോടൊപ്പം ക്ഷേത്രത്തിലൊരു ധ്വജസ്തംഭവും സ്ഥാപിക്കപ്പെട്ടു. മീനച്ചിലാറ്റിൻകരയിൽ നിന്നും മുറിച്ചെടുത്ത തേക്കിലാണ് കൊടിമര നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 2020 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 2012 ആരംഭിച്ച ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണം 2020 പൂർത്തിയായത്. അത് പൂർത്തിയാകുന്ന മുറയ്ക്കു അതിനോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ പണിയും പൂർത്തിയായി. മണിമലയാറ്റിൻ്റെ തീരത്തു നിന്നും കൊണ്ടുവന്ന തേക്കുമരത്തിലാണ് കൊടിമരം സ്ഥാപിച്ചിട്ടുള്ളത്. തൃശൂർ, ഊരകം, ഊമാപ്പള്ളി മനക്കാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. ശങ്കര ശിവശങ്കര തൃക്കണ്ടിയുരാണ്ടിടുമാശ്രിത വത്സലയേകിടൂ പരമാനന്ദം തവ പാദാദികേശം തൊഴുതീടവേ. ഇന്ന് ക്ഷേത്രഭരണം വരിഞ്ഞം കരക്കാർക്കാണ്. NSS നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നത്. മീനമാസത്തിലെ തിരുവോണമാണ് പ്രധാന ഉത്സവം. ഇത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ശിവൻ, സുബ്രഹ്മണ്യൻ എന്നീ മൂർത്തിഭേദങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെല്ലാം ഇവിടെ വിശേഷ ദിനങ്ങളാണ്. അതിനു പുറമെ ഹൈന്ദവ ആരാധനാരീതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന ദിനങ്ങളും ഈ സന്നിധിയിൽ വിശേഷ ദിനങ്ങൾ തന്നെ.
ശിവരാത്രിക്കും ഗംഭീരമായ പരിപാടിയാണ് നടത്തുന്നത്. അകത്തും അതുപോലെ തന്നെ തുലാമാസത്തിലെ ഷഷ്ടി, മാസഷഷ്ടി, ഞായറാഴ്ച വ്രതം, എല്ലാ കാര്യത്തിനും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നത്. അവിടെ ജാതിയെന്നോ മതമെന്നോ ഇല്ലാതെ നാനാജാതി മതസ്ഥരും അവരുടെ അഭയമായി കാണുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണ് വരിഞ്ഞം മഹാദേവ ക്ഷേത്രം. പിതൃപുത്ര വാത്സല്യത്തിന്റെ ദിവ്യസൗരഭം തുളുമ്പി നിൽക്കുന്ന ഈ ക്ഷേത്രസന്നിധി പൗരാണികതയുടെ ഗരിമ കൊണ്ടും ആധ്യാത്മികതയുടെ നിറവുകൊണ്ടും ഭക്തർക്ക് നിസ്തുല അനുഭൂതി പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും മുഖ്യ എതിരാളി ആരാണ്? അത് നടക്കുമോ എന്ന പേടിയാണ്. ആ പേടിയെ മാറ്റിവെക്കുക, വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക, വിജയിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.